ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇത് ഈവനിങ്ങിൽ നമുക്ക് ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഈ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നൊരു 3/4 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുമ്പോൾ ഈ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഇതങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചതാണത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു വേപ്പിലിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. പിന്നെ ഞാൻ എടുത്തത് 2 ടീസ്പൂൺ ബട്ടറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒന്നുകിൽ കോൺഫ്ലവർ എടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് കുറേശ്ശെ എടുക്കുക. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് അധികം എടുക്കട്ടോ. എന്നിട്ടൊന്ന് പരത്തിയെടുക്കണേ. ഇതിലേക്ക് നമ്മൾ ബട്ടർ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കട്ടെ. നമ്മൾ മടക്ക് ചപ്പാത്തിയൊക്കെ മടക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഒന്നും കൂടി ഇത് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കണേ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കണ്ട, കുറച്ച് എണ്ണ മതി കേട്ടോ. ഒരു വശം മുരിഞ്ഞ് വന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്രിസ്പിയാണ്. ചൂടോട് കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.